ഋഷിപാൽ, ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഓരോ ദിവസവും പ്രതികരണവുമായി PV അൻവർ വരുന്നത് ഒന്നുകൂടി UDF-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് തരത്തിലുള്ള തീരുമാനത്തിനാണ് സാധ്യത? ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം എന്നുള്ളത് കെ സുധാകരന്റെ പ്രതികരണമാണല്ലോ. കെ സുധാകരൻ PV അൻവറിന് അനുകൂലമായ ചില പ്രതികരണങ്ങൾ നടത്തുന്നു. അതേസമയം സ്ഥാനാർത്ഥിക്കെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ പ്രതികരിച്ചിരിക്കുന്ന PV അൻവറിന് എത്രത്തോളം എളുപ്പമാണ് മുന്നണി പ്രവേശം? സ്മൃതി, ഇങ്ങനെ പരസ്യമായി സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്തിനെ വെല്ലുവിളിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാട് ഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ അനുനയം നിർബന്ധമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ സമ്മർദ്ദത്തിന് ഒടുവിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കം പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം അടൂർ പ്രകാശ് കൂടി ഈ വിഷയത്തിൽ ഇടപെടും. PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. KC വേണുഗോപാലും എത്തുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാൽ നേരിട്ട് വിഷയത്തിൽ ഇടപെടുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ PV അൻവർ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാട് കൂടുതൽ നേതാക്കൾ എടുക്കുന്നുണ്ട്. കാരണം നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കണം എന്നാണ് ഇവരൊക്കെ അഭിപ്രായം ഉയർത്തുന്നത്. അങ്ങനെ വിജയിക്കണമെങ്കിൽ PV അൻവറിന്റെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന അഭിപ്രായമാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെ. അങ്ങനെ ഒരു ടൈറ്റായുള്ള ഒരു മത്സരം ഇവിടെ ഉണ്ടാക്കേണ്ടതില്ല. നിലമ്പൂരിൽ പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ വേണ്ടി PV അൻവറിന്റെ പിന്തുണ ഉറപ്പുവരുത്തണം എന്ന അഭിപ്രായം ലീഗ് തന്നെ മുൻകൈയെടുത്ത് തുടർച്ചയായി അനുനയ ചർച്ചകൾ നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെ തന്നെ രമേശ് ചെന്നിത്തല എത്തിയോടനെ ഈ വിഷയത്തിൽ ഇടപെട്ടതും. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളുമായി പരസ്പരം ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും പൂർണ്ണമായും അൻവറുമായുള്ള ചർച്ചകൾ അടഞ്ഞിട്ടില്ല. അനുരഞ്ജന നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനോടൊപ്പം തന്നെ VD സതീശൻ ഇപ്പോഴും കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDF-ലെ ഘടകകക്ഷിയാവുക അത്ര എളുപ്പമല്ല. കാരണം UDF ചെയർമാൻ കൂടിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് അൻവറിന് മുന്നിൽ വന്നിരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ ഇനിയും മുന്നോട്ടു പോകും. ലീഗ് വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. ലീഗിന്റെ ഇടപെടൽ നിർണായകമാണ്. മാത്രവുമല്ല ഇനിയുള്ള കൂടിക്കാഴ്ചകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. നിലമ്പൂരിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്.